ഹായ് സാനിറ്റാസ് ഗാർഡൻ സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാവുന്ന നമ്മുടെ ഇൻഡോറിലുള്ള എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതിലാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകളെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അരേക്ക പാം. അപ്പോൾ ഈ പാം അതിന് പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതും നമുക്ക് ഈസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വീടുകളിലുള്ളിലൊക്കെ അരേക്ക പാം. അതേപോലെയുള്ള പാം വെറൈറ്റിയിലുള്ളതാണ് ടേബിൾ പാം. ഈ പാമാണെങ്കിലും ആ ഒരു ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് ഈസി ആയിട്ട് ടേബിൾ ടോപ്പിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു പ്ലാന്റുമാണ്. പിന്നീടുള്ളതാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലത്തെ സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് വെറൈറ്റികളും നമുക്ക് എയർ പ്യൂരിഫിങ് ആയിട്ടുള്ളതാണ്. സ്നേക്ക് പ്ലാന്റ് തന്നെ പലതരത്തിലുണ്ട്. ഇവിടെ ഗ്രീൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ടോപ്പിൽ വയ്ക്കാവുന്ന ചെറുതായിട്ട് വളരുന്ന ടൈപ്പ് സ്നേക്ക് പ്ലാന്റുകളും ഒക്കെ അവൈലബിൾ ആണ്. മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോഡെൻഡ്രോൺ വെറൈറ്റികളാണ്. റെഡ് കോങ്കോ, അതുപോലെ മൂൺഷൈൻ്റെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റികൾ. ഇത്തരം പ്ലാന്റുകളും ആ ലിസ്റ്റിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നതാണ് ഡ്രസീനകൾ. ഡ്രസീനയും ഇത്തരം ഒരു എയർ പ്യൂരിഫൈയിങ് ക്വാളിറ്റി ഉള്ള പ്ലാന്റുകളാണ്. ഇത് തന്നെ ഡ്രസീന തന്നെ നമുക്ക് ഇത്തരം ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ വലിപ്പത്തിലുള്ള പല ടൈപ്പിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ടേബിൾ ടോപ്പിൽ വയ്ക്കാവുന്ന രീതിയിൽ ഇത്തരം ഡ്രസീനകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതോടൊപ്പം തന്നെ ഉള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പീസ് ലില്ലി. പീസ് ലില്ലി നല്ല എയർ പ്യൂരിഫൈയിങ് ആണ്. നമുക്ക് നല്ല ഇൻഡോറിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത്തരം പ്ലാന്റുകൾ ഉപയോഗിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ വസ്തുക്കളെ ക്ലിയർ ആക്കുകയും അതോടൊപ്പം തന്നെ റൂമിൻ്റെ അകത്ത് നല്ലൊരു ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലത്തുള്ള ഗാർഡൻ ടിപ്സുകൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ചെയ്യുക. ബൈ ബൈ.